ശബരിമല ആചാര ലംഘനത്തിന് കൂട്ടുനിന്നത് മുഖ്യമന്ത്രിയാണെന്നും അവർ നടത്തിയ പ്രവൃത്തിയെ വെള്ളപൂശാനാവില്ലെന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. സമുദായ സംഘടനകൾക്ക് അവരുടെ നിലപാട് സ്വീകരിക്കാം. സർക്കാർ അയ്യപ്പ സംഗമം പരാജയമായിരുന്നു, ബദൽ സംഗമത്തിന് അവസരമൊരുക്കിയത് സംസ്ഥാന സർക്കാരാണെന്നും കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. അതായത് ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ ആചാരങ്ങൾ ലംഘിക്കാൻ കൂട്ടുനിന്ന ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. അവർ നടത്തിയ ഒരു പ്രവൃത്തിയെയും ആർക്കും വെള്ളപൂശാൻ കഴിയില്ല. മറ്റൊന്നുമല്ല, അത് തെറ്റാണെന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു അയ്യപ്പ സംഗമം നടത്തി, അതിൻ്റെ ലക്ഷ്യം എന്തായി? ഈ സംഗമത്തിൽ നിന്ന് എന്ത് റിസൾട്ട് ഉണ്ടായി? ഇതുവരെ ശബരിമലയിലുണ്ടായിരുന്ന വികസനത്തിന് തടസ്സമായ ഏതെങ്കിലും ഘടകങ്ങൾ നീക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ ചർച്ചയിൽ? 4000 പേര് പങ്കെടുക്കുമെന്ന് പറഞ്ഞ ആ സമ്മേളനത്തിൽ പങ്കെടുത്തത് 630ഓളം പ്രതിനിധികൾ മാത്രമാണ്. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ആ സംഗമം പരാജയമാണ്.